ഗോതമ്പ് പൊടിയോ മൈദയോ ചേർക്കാത്ത വെറൈറ്റി ആയിട്ടുള്ള ഹൽവയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നല്ല സിമ്പിൾ ആണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പൊ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ റാഗിയാണ് കേട്ടോ എടുത്തത്. ചിലർ ഇതിന് മുത്താറി എന്നും പറയും. അപ്പൊ നമ്മൾ 1 കപ്പ് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വെച്ചാൽ നമുക്കിത് വേഗം അരഞ്ഞു കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. മുത്താറിയിൽ നല്ലോണം അഴുക്കുണ്ടാവും. അപ്പോൾ ഒരു 5-6 പ്രാവശ്യമെങ്കിലും നല്ലോണം കഴുകി എടുക്കണം. എന്നിട്ട് നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കണം. ഒന്നുകിൽ ഇതുപോലെ അരിപ്പയിൽ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതിൽ അരിച്ചാലും മതി. മാക്സിമം നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഒന്നും കൂടി ഇത് അരച്ചെടുക്കാനുണ്ട്. അപ്പം നമുക്കിത് ഇത്രയും കിട്ടിയിട്ടുണ്ട്, എന്നാലും നമുക്ക് ഒരു പ്രാവശ്യം കൂടി അത് അരിച്ചെടുക്കാം. അപ്പം ഇതാ ബാക്കിയുള്ളത് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 1 കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുത്തിട്ട് വരാം. ഇതാ രണ്ടാമതും ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. റാഗിയും പാലും മാക്സിമം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 പ്രാവശ്യം നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഒന്നും കൂടി ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിൽ ഷുഗർ ചേർക്കാം. ഞാനിപ്പോൾ ശർക്കരയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 കപ്പ് ശർക്കരയ്ക്ക് ഒരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവൂ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വരെയെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഫസ്റ്റ് ഇതുപോലെ കുറച്ച് കട്ട പിടിച്ച പോലെയെല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ട് കുറുകി വന്നോളും. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സാക്കി ഇളക്കിയെടുക്കാം. ഈ ഒരു മിക്സ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതുപോലെ തന്നെ ഫുൾ ടൈം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഫ്ലെയിമൊന്നും കൂട്ടി വെക്കണ്ട. കുറേ സമയമൊന്നും വേണ്ട, നമുക്ക് വേഗം തന്നെ ഇതുപോലെ കുറുകി കിട്ടിക്കോളും. ഇനിയിപ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ട്രേയിൽ നമുക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ട്രേ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രമായാലും എടുക്കുക. ലഞ്ച് ബോക്സിലോ എന്തിലെങ്കിലും ഒന്ന് ഇതുപോലെ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ചൂടോടെ തന്നെ ചെയ്യണേ, ഇത് വേഗം തന്നെ സെറ്റായി പോവും. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ലെവലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ലെവലാക്കിയതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം വെക്കാം. ഞാനിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ നല്ലോണം സെറ്റായിട്ട് വരും. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ സൈഡെല്ലാം വിട്ട് കൊടുത്തിട്ട് ഇത് ഡിമോൾഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു ഹൽവയാണിത്. റാഗി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും, അത്രക്കും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം.